90+ മൈ ട്യൂഷൻ ആപ്പിൽ ഫോക്കസ് ഏരിയ മെറ്റീരിയൽസ് ഉപയോഗിച്ച് പഠിക്കൂ. നേടൂ ബോർഡ് എക്സാമിന് 90+ മാർക്സ്. നമസ്കാരം. ഇന്ന് പുറത്തു വന്ന പ്രധാന വാർത്തകളും നടന്ന സംഭവങ്ങളും വിവിധ പ്രതികരണങ്ങളും അറിയാം വിശദമായി അരമണിക്കൂറിൽ. ഇന്നത്തെ പ്രധാന വാർത്തകൾ ആരംഭിക്കുന്നു. സ്വാഗതം. വിദേശ രാജ്യത്ത് ഹോസ്റ്റ് ചെയ്ത വെബ്സൈറ്റിലേക്ക് രമേശ് ചെന്നിത്തല വോട്ടേഴ്സിന്റെ ഡേറ്റ ചോർത്തിയെന്ന ഗുരുതര ആരോപണവുമായി CPIM. സ്വകാര്യതയ്ക്ക് മേലുള്ള കടന്നുകയറ്റമാണ് ഓപ്പറേഷൻ twins.com എന്ന വെബ്സൈറ്റിന് വോട്ടേഴ്സിന്റെ വിവരം കൈമാറിയതെന്നാണ് MA ബേബി ആരോപിച്ചത്. 4.5 ലക്ഷം പേരുടെ ഡേറ്റ സിംഗപ്പൂരിൽ ഹോസ്റ്റ് ചെയ്ത വെബ്സൈറ്റിലാണ് പ്രസിദ്ധീകരിച്ചത്. വിവരങ്ങൾ കൈമാറും മുൻപ് രമേശ് ചെന്നിത്തല നിയമോപദേശമോ ആവശ്യമായ അനുമതിയോ തേടിയിരുന്നോ എന്നും MA ബേബി ചോദിച്ചു. ഇന്ത്യക്കാരുടെ വോട്ടർ ID, പേര് വിവരങ്ങൾ, അഡ്രസ്സ് അടക്കമുള്ള വിവരങ്ങൾ എങ്ങനെയാണ് ഇന്ത്യക്ക് പുറത്തുള്ളൊരിടത്തിൽ സ്റ്റോർ ചെയ്യാൻ രമേശ് ചെന്നിത്തല കൊടുത്തത് എന്ന ഒരു ചോദ്യം ഇവിടെ ഉത്ഭവിക്കുന്നു. വ്യക്തിവിവരങ്ങൾ അടക്കമുള്ള സെൻസിറ്റീവ് ഡേറ്റയ്ക്ക് ക്രോസ് ബോർഡർ ഡേറ്റ ട്രാൻസ്ഫർ റെഗുലേഷൻ ബാധകമായ ഇന്ത്യയിൽ ഏത് നിയമപരമായ അനുമതി നേടിയിട്ടാണ് രമേശ് ചെന്നിത്തല ഈ ഡേറ്റ സിംഗപ്പൂരിൽ ഹോസ്റ്റ് ചെയ്ത സൈറ്റിലേക്ക് കൊടുത്തത് എന്നുള്ളത് ഗൗരവമുള്ള ഒരു സാങ്കേതിക പ്രശ്നമാണ്. അതേസമയം ഇരട്ട വോട്ട് വിവരങ്ങൾ പുറത്തുവിട്ടതിൽ വിവരച്ചോർച്ചയില്ലെന്ന് രമേശ് ചെന്നിത്തല. വോട്ടർ പട്ടികയിലെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടുക മാത്രമാണ് ചെയ്തതെന്ന് രമേശ് ചെന്നിത്തല ഫേസ്ബുക്കിലൂടെ വ്യക്തമാക്കി. ആർക്കും എവിടെ നിന്നും ലഭിക്കാവുന്ന വിവരങ്ങൾ മാത്രമാണ് എടുത്തത്. പരസ്യമായ വിവരങ്ങൾ സെൻസിറ്റീവ് ഡേറ്റയായി പരിഗണിക്കില്ല. ഡേറ്റ ചോർച്ച ചർച്ചയാക്കിയതിന് CPIM-ന് നന്ദിയെന്നും രമേശ് ചെന്നിത്തല ഫേസ്ബുക്കിൽ കുറിച്ചു. അതേസമയം ഇരട്ട വോട്ടുകൾ തടയാൻ കർശനമായ നടപടി വേണമെന്ന ആവശ്യം രമേശ് ചെന്നിത്തല വീണ്ടും ആവർത്തിച്ചു. വോട്ടേഴ്സല്ല, ഉദ്യോഗസ്ഥരാണ് കുറ്റക്കാരെന്നും രമേശ് ചെന്നിത്തല ആരോപിച്ചു. വോട്ടർ പട്ടിക അട്ടിമറിച്ച് വ്യാജ വോട്ടർമാരെ തിരികെ കയറ്റി ജനാധിപത്യ പ്രക്രിയ അട്ടിമറിക്കാനും ജനാഭിലാഷത്തെ അട്ടിമറിക്കാനുമുള്ള നീക്കം മറുഭാഗത്ത്. CPM-വുമായി ബന്ധമുള്ള സർവീസ് സംഘടനകൾ ഇതിന് നേതൃത്വം കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് പരിശോധിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇരട്ട വോട്ട് പ്രശ്നം പരിഹരിക്കാൻ LDF പൂർണ്ണ പിന്തുണ നൽകുമെന്ന് CPI ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം ബിനോയ് വിശ്വം വ്യക്തമാക്കി. ആ വോട്ടർ പട്ടിക ഫുൾ പ്രൂഫ് ആകണം, അത് കുറ്റമറ്റതാകണം. അത് കുറ്റമറ്റതാക്കാൻ വേണ്ടി ഇലക്ഷൻ കമ്മീഷൻ കൈക്കൊള്ളുന്ന ശരിയായ ന്യായമായ എല്ലാ നടപടിയെയും LDF പിന്താങ്ങും. അത് അവരുടെ ജോലിയാണ്. ആ ജോലി അത് ചെയ്യട്ടെ. അത് ചെയ്യാൻ വേണ്ടി LDF അവരെ തീർച്ചയായിട്ടും ആ കാര്യത്തിൽ LDF പറയുന്നു, ഞങ്ങൾ നിലപാടുതാണ്. അവർ നേരാമണ്ണ പണി ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന പ്രതിപക്ഷ നേതാവിൻ്റെ പാർട്ടിയിൽപ്പെട്ട ഒരുപാട് പേരുടെ നേതാക്കന്മാരുടെ പേരും ബന്ധുക്കളുടെ പേരും വീട്ടുകാരുടെ പേരും എല്ലാം ഇരട്ടിപ്പല്ല 3-4 ഇടത്തൊക്കെ വരും എന്ന കാര്യം കൂടി എല്ലാവരും അറിഞ്ഞിരിക്കും. അതേസമയം വോട്ടർ പട്ടിക സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ ആരോപണം തെറ്റെന്ന് PC ചാക്കോ. രമേശ് ചെന്നിത്തലയുടേത് ആരോ തയ്യാറാക്കി നൽകിയ തിരക്കഥയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂല സാഹചര്യമാണ് കേരളത്തിലുള്ളതെന്നും ഉറപ്പായും ഭരണ തുടർച്ചയുണ്ടാകുമെന്നും PC ചാക്കോ കൂട്ടിച്ചേർത്തു. ഇതിപ്പോൾ ആരോ തയ്യാറാക്കി കൊടുത്ത ഒരു തിരക്കഥയുമായിട്ടാണ് ഇന്ന് കുറേ ഡബിൾ എൻട്രി ലിസ്റ്റുകളുമായിട്ട് ശ്രീ രമേശ് വരുന്നത്. അതിനെക്കുറിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിച്ചു. അതിനെക്കുറിച്ച് മുഖ്യമന്ത്രിക്കോ കേരളത്തിലെ ഗവൺമെൻറ്റിനോ ഒന്നും ചെയ്യാനില്ല, അനുകൂലമായോ എതിരായോ. അവർ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു, നിങ്ങൾ 3.5 ലക്ഷം പേര് തന്നു, ഞങ്ങൾ നോക്കിയപ്പോൾ 36,000 പേരേ ഉള്ളൂ, അത് ഞങ്ങൾ മാറ്റും എന്ന് പറഞ്ഞു. 2 പേര് ഒരു ലിസ്റ്റിൽ വരുന്നത് ഒരു ഒഫൻസാണ്, ഒരു എലക്ഷൻ ഒഫൻസാണ്. അപ്പോൾ അങ്ങനെ ഒരു എലക്ഷൻ ഒഫൻസ് കമ്മിറ്റ് ചെയ്താൽ അത് കറക്റ്റ് ചെയ്യേണ്ട ജോലി തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പുറത്തുവിട്ട ഇരട്ട വോട്ടുകളുടെ പട്ടികയിൽ ഇരട്ട സഹോദരന്മാരുടെ പേരുമുള്ളതായി ആരോപണം. പാലക്കാട്, കണ്ണൂർ മണ്ഡലങ്ങളിലെ സഹോദരന്മാരുടെ പേരാണ് ഇരട്ട വോട്ടായി ചേർത്തിട്ടുള്ളത്. ഒറ്റപ്പാലം മണ്ഡലത്തിലെ അരുൺ, വരുൺ എന്നീ ഇരട്ട സഹോദരങ്ങളുടെ പേരുകളാണ് പ്രതിപക്ഷ നേതാവ് പുറത്തുവിട്ട പട്ടികയിൽ ഉള്ളത്. ഒറ്റപ്പാലം മണ്ഡലത്തിലെ 135-ാം നമ്പർ ബൂത്തിലാണ് അരുണിനും വരുണിനും വോട്ടുള്ളത്. തങ്ങളുടെ പേരിൽ ഇരട്ട വോട്ടുണ്ടെന്ന് രമേശ് ചെന്നിത്തല വ്യാജ പ്രചാരണം നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടി ഇരട്ട സഹോദരങ്ങൾ SP-ക്ക് പരാതി നൽകി. കണ്ണൂരിൽ നിന്നുള്ള ഇരട്ടകളും പട്ടികയിലുണ്ട്. എരമം, കുറ്റൂരിലെ ഇരട്ടകളായ മുകേഷിനും സുകേഷിനുമാണ് ഇരട്ട വോട്ടെന്ന് പട്ടികയിൽ രേഖപ്പെടുത്തിയത്. ഓരോ വോട്ട് മാത്രമാണ് ഇരുവർക്കുമുള്ളത്. പയ്യന്നൂർ നിയോജക മണ്ഡലത്തിലെ 133-ാം നമ്പർ ബൂത്തിലെ വോട്ടേഴ്സാണ് ഇരുവരും. അന്തരിച്ച CPIM നേതാവ് PK കുഞ്ഞനന്ദന്റെ പേരും നിയമസഭാ വോട്ടർ പട്ടികയിൽ. കൂത്തുപറമ്പ് മണ്ഡലത്തിൽ 75-ാം ബൂത്തിലെ വോട്ടർ പട്ടികയിലാണ് കുഞ്ഞനന്ദന്റെ പേരുള്ളത്. കുഞ്ഞനന്ദന്റെ പേര് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് പരാതി നൽകിയ ആൾക്ക് ഫീൽഡ് വെരിഫിക്കേഷനിൽ കുഞ്ഞനന്ദൻ ജീവിച്ചിരിക്കുന്നതായി ബോധ്യപ്പെട്ടുവെന്ന മറുപടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയത്. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ ശിക്ഷ അനുഭവിക്കുന്നതിനിടെ കഴിഞ്ഞ ജൂണിലാണ് PK കുഞ്ഞനന്ദൻ മരണമടഞ്ഞത്.
നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ലവ് ജിഹാദ് സജീവ ചർച്ചയാക്കാൻ ശ്രമിച്ച BJP കേരളത്തിൽ ലവ് ജിഹാദിനെതിരെ യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്ന് UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞു. ഹരിപ്പാട്ട് നടന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെയാണ് യോഗി ആദിത്യനാഥ് കേരളത്തിൽ ലവ് ജിഹാദ് ഉണ്ടെന്ന് പറഞ്ഞത്. കേരളത്തിൽ ലവ് ജിഹാദ് വിരുദ്ധ നിയമമില്ല. ഉത്തർപ്രദേശിൽ BJP സർക്കാർ അത് നടപ്പിലാക്കിയെന്നും യോഗി ആദിത്യനാഥ് പറഞ്ഞു. ना UDF की सरकार और न LDF की ही सरकार एंटी लव जिहाद का कोई कानून केरल के अंदर बनाने में पूरी तरह विफल नहीं है. उत्तर प्रदेश के अंदर हमारी सरकार ने एंटी लव जिहाद का एक्ट बना करके आज उत्तर प्रदेश के अंदर लागू कर दिया है. आखिर ये कानून केरल के अंदर क्यों लागू नहीं हो सकता जबकि इसमें टारगेट किया जा रहा है. ലവ് ജിഹാദ് കേരളത്തിലുണ്ടെന്ന് പറഞ്ഞ കഴക്കൂട്ടത്തെ BJP സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ ജസ്നയുടെ തിരോധാനത്തിന് ഇതുമായി ബന്ധമുണ്ടെന്നും ആരോപിച്ചു. ജസ്ന മരിയ എൻ്റെ മകൻ്റെ പ്രായമുള്ള പെൺകുട്ടി, അവൾ എവിടെയാണ്? അവൾ ആരാണ് കൊണ്ടുപോയത്? എത്രയോ പെൺകുട്ടികളെ കേരളത്തിൽ നിന്ന് കാണാതായി. എത്ര പേർ അവരുടെ ഭീകരവാദികളുടെ അടിമകളായി മാറിക്കൊണ്ട് ഒരു പെൺകുട്ടി ഒരാളെ സ്നേഹിക്കുക, കല്യാണം കഴിക്കുക, അവർ വളരെ സന്തോഷത്തോടു കൂടി കുടുംബജീവിതം നയിക്കുക. നമുക്ക് ആർക്കും ഒരു എതിരഭിപ്രായമില്ല. പക്ഷേ പെൺകുട്ടികളെ പ്രണയം നടിച്ച് വശത്താക്കി അവരെ ഈ നാട്ടിൽ നിന്ന് വഴി നടത്തിക്കുക എന്ന് പറയുമ്പോൾ അതിനെ ശശി തരൂർ കാണാതിരിക്കുന്നത് വളരെ ദുഃഖകരമാണ്. എന്നാൽ കേരളത്തിൽ ലവ് ജിഹാദ് ഇല്ലെന്ന് കോൺഗ്രസ് നേതാവ് ശശി തരൂർ പറഞ്ഞു. BJPയുടെ വർഗീയ പ്രചാരണത്തിന്റെ ഭാഗമാണ് ലവ് ജിഹാദ് എന്നും ശശി തരൂർ തുറന്നടിച്ചു. വെറും വർഗീയത കൊണ്ടുവന്നിട്ട് നമ്മുടെ സാമൂഹ്യത്തെ ഭിന്നിക്കുന്നൊരു വഴിയാണ്. ഞാൻ പറയുന്നു, ഇതൊരു വലിയൊരു വിഷയം അല്ല, ആവില്ല. നമ്മളെല്ലാവരും ഒരുമിച്ച് ജീവിച്ച് ഒരുമിച്ച് പ്രവർത്തിച്ച് ഒരേ സ്വപ്നം കാണുന്ന സമുദായങ്ങളാണ് കേരളത്തിനകത്ത് കാണുന്നത്. അങ്ങനെ തന്നെ നമ്മൾ കേരളത്തെ സംരക്ഷിക്കണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. ഇവരുടെ ഈ വർഗീയ വിഷം നമ്മുടെ നാട്ടിൽ കൊണ്ടുവരരുത്. ലവ് ജിഹാദ് വിഷയം കേരളത്തിൽ വിലപ്പോകില്ലെന്നായിരുന്നു ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ പ്രതികരണം. ഇവിടെ തുടക്കം മുതൽ തന്നെ BJPയും കോൺഗ്രസ് BJPയോളം എത്തിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. വർഗീയത തന്നെയാണ് പലപ്പോഴും ഉയർത്താനായിട്ട് ശ്രമിച്ചത്. BJP വളരെ പരസ്യമായിട്ട് വർഗീയ വിഷം ചീറ്റിക്കൊണ്ടിരിക്കുകയാണ്. പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കാൻ അനുവദിക്കില്ലെന്ന് രാഹുൽ ഗാന്ധി. പൗരത്വ ഭേദഗതി വിഷയത്തിൽ ആശങ്കപ്പെടേണ്ട. അസമിൽ പറഞ്ഞത് ഇവിടെയും ആവർത്തിക്കുന്നുവെന്നും രാഹുൽ ഗാന്ധി മലപ്പുറം ഏറനാട്ടിൽ പറഞ്ഞു. നിങ്ങൾ CA എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ഉത്കണ്ഠാകുലരാണെന്ന് എനിക്കറിയാം. You should have no concerns about this. നിങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല, കൺസേൺ ആവശ്യമില്ല അതിനെക്കുറിച്ചുള്ള. Because we are not going to allow this thing to be implemented. നിങ്ങൾ മനസ്സിലാക്കാൻ CA ഇവിടെ നടപ്പാക്കാൻ നമ്മൾ അനുവദിക്കുന്ന പ്രശ്നമില്ല. So don't even worry about it. അതിനെക്കുറിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമേ ഇല്ല. I've said the same thing in Assam. I'm saying the same thing here. ആസാമിൽ ഇതേ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതേ കാര്യം ഞാൻ ഇവിടെ പറയുകയാണ്. CA നടപ്പിലാക്കാൻ അനുവദിക്കില്ല. UDF വികസന വിരോധികളെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന തള്ളി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ചരിത്രം പരിശോധിച്ചാൽ യഥാർത്ഥ വികസന വിരോധികൾ ആരെന്ന് വ്യക്തമാകും. വികസന വിരോധികൾ എന്നത് പിണറായി വിജയനും ഇടതുമുന്നണിക്കും സ്വയം ചാർത്താവുന്ന പട്ടമാണെന്നും അത് UDFന് ചേരില്ലെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. ആരാണ് വികസന വിരോധികൾ എന്നുള്ളത് ചരിത്രം പരിശോധിച്ചാൽ അറിയാം. വികസന വിരോധികൾ എന്നുള്ളത് സ്വയം ചാർത്താവുന്ന പട്ടമാണ്. അത് UDFന് ചേർന്ന പട്ടമല്ല. വികസനവും ജനങ്ങൾക്ക് വേണ്ടിയാ, നാടിന് വേണ്ടിയാ. നാടിന് വേണ്ടാത്ത, ജനങ്ങൾക്ക് വേണ്ടാത്ത വികസനമായിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോകത്തില്ല. പക്ഷെ ജനങ്ങൾ വേണമെന്ന് വെക്കുന്ന വികസനത്തിനോടൊപ്പം നിൽക്കും, അത് പ്രാവർത്തികമാക്കും, അതിനകത്ത് റിസൾട്ട് ഉണ്ടാക്കും. ആഴക്കടൽ വിവാദത്തിൽ ഏറ്റുമുട്ടി മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും. ധാരണാപത്രം ഫെബ്രുവരി 26 റദ്ദാക്കിയിരുന്നതായി മുഖ്യമന്ത്രി വ്യക്തമാക്കി. റദ്ദാക്കിയ ധാരണാപത്രം റദ്ദാക്കിയില്ലെന്ന് പ്രതിപക്ഷം പ്രചരിപ്പിക്കുകയാണ്. വന്നയുടൻ തന്നെ ചീറ്റിപ്പോയ വിവാദമാണിതെന്നും മുഖ്യമന്ത്രി. ഈ KSIDCയുടെ ധാരണാപത്രം അത് റദ്ദാക്കുന്നതിന് വേണ്ടി മന്ത്രി തന്നെ KSIDCയോട്, വ്യവസായ മന്ത്രി തന്നെ ആവശ്യപ്പെട്ടതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് റദ്ദാക്കിയതുമാണ്. ഒരു കരാറിലും ഇവരുമായി ഏർപ്പെട്ടിട്ടുമില്ല. ഫെബ്രുവരി 26 ഉടൻ പ്രാബല്യത്തിൽ റദ്ദാക്കുന്നതായി രേഖാമൂലം സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. ഹസൻഡിൽ ഒപ്പിട്ട ധാരണാപത്രം നിലനിൽക്കുന്നുവെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ ആരോപണം. വൻകോഴ കൈമറിഞ്ഞ ഇടപാടായതുകൊണ്ടാണ് ധാരണാപത്രം റദ്ദാക്കാത്തത്. മത്സ്യത്തൊഴിലാളികളെ മുഖ്യമന്ത്രി കബളിപ്പിക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. വൻതോതിൽ കോഴ കൈമറിഞ്ഞ ഇടപാടാണിത്.
സർക്കാരിന് എളുപ്പത്തിൽ അത് ഉപേക്ഷിക്കാനുള്ള പ്രയാസം കാണും. KSIDC കൊടുത്ത നോട്ട് മാത്രം പുറത്തു വിട്ടിട്ട് റദ്ദാക്കി എന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കും? സർക്കാരിൻ്റെ ഉത്തരവ് ഇന്ന് ഇറങ്ങണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. നോട്ട് മാത്രം കാണിച്ച് അങ്ങനെ മത്സ്യത്തൊഴിലാളികളെ വഞ്ചിക്കേണ്ട, അവർക്ക് എല്ലാ കാര്യങ്ങളും ബോധ്യമുണ്ട്. കോൺഗ്രസ് നേതാക്കൾ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ വെള്ളപൂശുന്നുവെന്ന് പ്രകാശ് കാരാട്ട്. കേരളത്തിന് പുറത്ത് കേന്ദ്ര ഏജൻസികൾക്കെതിരെ സമരം ചെയ്യുകയാണ് കോൺഗ്രസ്. ഫെഡറലിസത്തെ അട്ടിമറിക്കാനാണ് നരേന്ദ്രമോദി സർക്കാർ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിക്കുന്നത്. കോൺഗ്രസ് നേതാക്കൾ കേരളത്തിലെത്തുമ്പോൾ ഇത് മറക്കുന്നുവെന്നും പ്രകാശ് കാരാട്ട് ആരോപിച്ചു. ഇടതുമുന്നണിയോട് രാഷ്ട്രീയ വിയോജിപ്പുണ്ടെങ്കിലും അവരോട് വെറുപ്പില്ലെന്ന് രാഹുൽ ഗാന്ധി. രാഷ്ട്രീയ എതിർപ്പുണ്ടെങ്കിലും ഇടതുപക്ഷ പ്രവർത്തകരെ തനിക്ക് വെറുക്കാനാകില്ല, അവരെല്ലാം തന്റെ സഹോദരന്മാരാണെന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം. വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് റാലിക്കിടെയാണ് രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം. Then we should hate each other, we should kill each other, we should not smile at each other. I don't agree with them, but I certainly do not hate them. I will debate with them, I will discuss with them, I will disagree with them, but I will always smile at them. Because in the end, they are our brothers, we are brothers and sisters. 2001 UDF നേതാക്കൾ BJPയുമായി വോട്ട് ധാരണയുണ്ടാക്കാൻ ശ്രമിച്ചുവെന്ന് BJP നേതാവും ധർമ്മടത്തെ NDA സ്ഥാനാർത്ഥിയുമായി CK പത്മനാഭൻ 24നോട് പറഞ്ഞു. താൻ മഞ്ചേശ്വരത്ത് സ്ഥാനാർത്ഥിയായപ്പോഴാണ് ചർച്ച നടന്നത്. കാസർകോട്ട് വെച്ച് നടന്ന ചർച്ചയിൽ മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടിയും കേരള കോൺഗ്രസ് നേതാവ് KM മാണിയുമാണ് UDFനെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തത്. താനും PP മുകുന്ദനും BJPയുടെ കേരള ചുമതലയുണ്ടായിരുന്ന വേദപ്രകാശ് ഗോയലും ചർച്ചയിൽ പങ്കെടുത്തുവെന്നും CK പത്മനാഭൻ വെളിപ്പെടുത്തി. എന്നാൽ ധാരണയുണ്ടാക്കാൻ താത്പര്യമില്ലെന്ന് BJP നിലപാടെടുത്തെന്നും CK പത്മനാഭൻ 24നോട് പറഞ്ഞു. 2001 തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ ഒരു ചർച്ചയ്ക്ക് നടന്നിരുന്നു. ഞങ്ങളെ വോട്ട് വേണം, ഞങ്ങളെ വേണ്ട, ഇതായിരുന്നു അവരുടെ നിലപാട്. ഞങ്ങൾ പറഞ്ഞു അത് പറ്റില്ല, ഞങ്ങളെ വേണ്ട, ഞങ്ങളെ വോട്ട് വേണം എന്നും പറഞ്ഞ് നടക്കുന്ന ഒരു ഗ്രൂപ്പാണ് ഈ UDF. മനസ്സിലായില്ലേ? അത് പല തരത്തിലുള്ള അത്തരം കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഞങ്ങളെ കാണണം എന്ന് പറഞ്ഞിട്ട് കുഞ്ഞാലിക്കുട്ടി സാഹിബും മാണി സാറും ഒക്കെ വന്നിരുന്നു. അന്ന് ഞങ്ങൾ തിരുവനന്തപുരത്ത് ഒരുമിച്ച് ഒരു ചർച്ചയൊക്കെ നടത്തിയിരുന്നു. ശരിക്കുള്ള വോട്ട് കച്ചവടം നടത്തുന്നത് CPMഉം കോൺഗ്രസുമാണ്. അതേസമയം കേരളത്തിലെ 12 മണ്ഡലങ്ങളിൽ BJP UDF വോട്ട് കൈമാറ്റമുണ്ടെന്ന് CPI. ഇതിനായുള്ള ചർച്ചകൾ പൂർത്തിയാക്കി. മാല പൊട്ടിച്ചോടുന്ന ഉത്സവപ്പറമ്പിലെ കള്ളനെ പോലെയാണ് കോൺഗ്രസും BJPയും. ഈ ചർച്ചകൾ മൂടിവെക്കാനാണ് LDF വിരുദ്ധ പ്രചാരവേല പ്രതിപക്ഷം നടത്തുന്നതെന്നും CPI നേതാവ് ബിനോയ് വിശ്വം ആരോപിച്ചു. അങ്ങോട്ട് കണ്ടെത്താതിരിക്കാൻ വേണ്ടിയാണ് അവർ രണ്ടുപേരും LDF വിരുദ്ധ പ്രചാരവേല നടത്തുന്നത്. ശരിക്കും മാല പൊട്ടിച്ചോടുന്ന ഉത്സവപ്പറമ്പിലെ കള്ളനെ പോലെയാണ് കോൺഗ്രസും BJPയും. തലശ്ശേരി, ഗുരുവായൂർ, ദേവികുളം മോഡലിൽ 12 സ്ഥലങ്ങളിൽ അത് നടപ്പിലാക്കാൻ വേണ്ട ഏർപ്പാടുകൾ പൂർത്തിയായി വരികയാണ്. അവരുടെ ഒരു ബന്ധത്തിൻ്റെ പരിഹാസ്യത അവർക്കറിയാം. അതുകൊണ്ട് അവർ അത് മൂടിവെക്കാൻ വേണ്ടിയാണ് ഈ നുണപ്രചാര വേലയുടെ പുകമറ വരുത്തിക്കൊണ്ടിരിക്കുന്നത്. തലശ്ശേരി മണ്ഡലത്തിൽ BJP പിന്തുണ വേണ്ടെന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥി COT നസീർ. പ്രചാരണത്തിന് BJPയുടെ യാതൊരുവിധ പിന്തുണയും ലഭിച്ചില്ല. പത്രിക തള്ളിപ്പോയ നാണക്കേടിൽ നിന്നും വിവാദത്തിൽ നിന്നും തലയുരാൻ വേണ്ടിയാണ് BJP പിന്തുണ പ്രഖ്യാപിച്ചതെന്നും COT നസീർ പറഞ്ഞു. നമ്മളൊരു നാവിൻ്റെ പേവ്, ആ നാവിൻ്റെ പേവ് തിരുത്തേണ്ട ഒരു ആവശ്യമാണ്. ഒരു മനുഷ്യനുള്ളൊരു തെറ്റ് പറ്റും, ആ മനുഷ്യൻ ആ തെറ്റ് തിരുത്തണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. കാരണം നമ്മൾ ഐഡിയോളജി ആയിട്ട് ഒരു തരത്തിലും യോജിച്ചു പോകുന്നില്ല. കാരണം ഈ പിന്തുണയ്ക്ക് ശേഷം നമ്മൾ പ്രവർത്തനം തന്നെ നിർത്തിവെക്കേണ്ടി വന്നിട്ടുണ്ട്. നമ്മളൊരു പ്രവർത്തനം നടത്തിയില്ല. സാധാരണ നമ്മൾ 10-12 പേരേ ഉള്ളുവെങ്കിലും നമ്മൾ നല്ല രീതിയിൽ പ്രവർത്തനം നടന്ന ആൾക്കാരാണ്. മഞ്ചേശ്വരത്ത് നിന്ന് K സുരേന്ദ്രൻ പറഞ്ഞതല്ലാതെ നമ്മൾ വേറെ ഇതൊന്നും നടന്നിട്ടില്ല കഴിഞ്ഞ 2-3 ദിവസമായിട്ട്. അപ്പം നമ്മളെ സംബന്ധിച്ചിട്ട് പ്രവർത്തകരുടെ രോഷം ഒരു ഭാഗത്തുണ്ട്. ഒറ്റപ്പാലം UDF സ്ഥാനാർത്ഥി ഡോക്ടർ P സരിനെതിരെ കേസ്. ഔദ്യോഗിക പദവി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഉപയോഗിച്ചുവെന്നാണ് കേസ്. IPC 170 പ്രകാരം ഒറ്റപ്പാലം പോലീസാണ് കേസെടുത്തത്. തെരഞ്ഞെടുപ്പിന് IAAS പദവി ഉപയോഗിച്ചുവെന്ന റിട്ടേണിംഗ് ഓഫീസറുടെ പരാതിയിലാണ് കേസ്. പാലായിൽ ജോസ് കെ മാണിക്കെതിരെ സേവ് CPIM എന്ന പേരിൽ പോസ്റ്ററുകൾ പതിച്ചു. നഗരസഭയിലെ CPIM കേരള കോൺഗ്രസ് കൌൺസിലർമാർ തമ്മിലുണ്ടായ സംഘർഷത്തിന് പിന്നാലെയാണ് പാലാ നഗരത്തിന്റെ വിവിധയിടങ്ങളിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. ജോസ് കെ മാണി കുലം കുത്തിയാണെന്നും പോളിംഗ് സ്റ്റേഷനിലെത്തുമ്പോൾ ഇക്കാര്യങ്ങളൊന്നും മറക്കരുതെന്നും പോസ്റ്ററിൽ എഴുതിയിട്ടുണ്ട്. നഗരസഭയിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചെന്നും ഇതൊന്നും തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ലെന്നും ജോസ് കെ മാണി പറഞ്ഞു.
മുന്നണി സംവിധാനം ഒറ്റക്കെട്ടെന്ന് പറഞ്ഞാൽ ഒറ്റക്കെട്ടായിട്ടാണ് പോകുന്നത്. അതിനകത്ത് എല്ലാവരും, അതിനകത്ത് CPM-ഉം CPI-യും കേരള കോൺഗ്രസും NCP-യും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട്. ഇന്നലെ അതൊരു വ്യക്തിപരമായിട്ടുള്ള കാര്യം. അവർ തന്നെ LDF-ന്റെ യോഗങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള അവരിപ്പോൾ എല്ലാവർക്കും നടക്കുന്നു അഭിപ്രായ വ്യത്യാസങ്ങൾ. അപ്പോൾ അത് വന്നു LDF കൂടി അവരെല്ലാവരും ഉണ്ടായിരുന്നു, ആ രണ്ടുപേരും ഉണ്ടായിരുന്നു കൂടി അവർ പറഞ്ഞൊരു പ്രശ്നവും വന്നു. അതൊക്കെ പോസ്റ്ററിന് പിന്നിൽ UDF ആണെന്നാണ് CPIM-ന്റെ ആരോപണം. മുന്നണിക്കുള്ളിൽ യാതൊരു പ്രശ്നങ്ങളില്ലെന്നും LDF നേതൃത്വം വ്യക്തമാക്കി. നേമത്ത് ജയിച്ചാൽ പാർലമെന്റിലേക്കില്ലെന്ന് UDF സ്ഥാനാർത്ഥി K മുരളീധരൻ. തന്റെ രാഷ്ട്രീയ ജീവിതം ഇനി നേമത്തായിരിക്കും. മത്സരിക്കുന്നത് 1-ാം സ്ഥാനത്തിന് വേണ്ടിയാണെന്നും K മുരളീധരൻ പറഞ്ഞു. ലവ് ജിഹാദ് കേരളത്തിലെ പ്രധാനപ്പെട്ട വിഷയമല്ലെന്നും വ്യാപകമായ മതം മാറ്റം കേരളത്തിലില്ലെന്നും K മുരളീധരൻ 24-നോട് പറഞ്ഞു. ഇത് 6 മാസം മുമ്പ്. കാരണം അവിടെ ഇനി ചെയ്യേണ്ട കാര്യങ്ങൾ ഇവിടെയാണ്. അവിടെ ശശി തരൂരിനെ പോലുള്ള ആളുകൾ അവിടെ ഭംഗിയായിട്ട് കാര്യങ്ങൾ ചെയ്യട്ടെ. ഞാനൊക്കെ സ്റ്റേറ്റ് നോക്കിക്കോളാം. ഞങ്ങളിപ്പോൾ 1-ാം സ്ഥാനത്തിന് വേണ്ടിയിട്ടാണ് മത്സരിക്കുന്നത്. 1-ാം സ്ഥാനത്തിന് വേണ്ടി മത്സരിക്കുമ്പോൾ 2-ാം സ്ഥാനം പറയേണ്ട ചുമതല ഞങ്ങൾക്കില്ലല്ലോ. അതവർ തീരുമാനിച്ചു. അതുണ്ടോ കേരളത്തിൽ? അതിപ്പോൾ ഉണ്ടോ ഇല്ലേ എന്നുള്ളതിനെ കുറിച്ചിട്ട് അങ്ങനെ അറിയപ്പെടുന്ന രീതിയിലൊന്നും ഇതുവരെ വ്യാപകമായിട്ടുള്ള ഒരു മതം മാറ്റം കേരളത്തിലുണ്ടായി. പശ്ചിമ ബംഗാളിലെയും അസമിലെയും 2-ാം ഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായി. ബംഗാളിൽ 80.43%, അസമിൽ 76.52% പോളിംഗ് രേഖപ്പെടുത്തി. ബംഗാളിലെ 30-ഉം അസമിലെ 39 മണ്ഡലങ്ങളിലാണ് ഇന്ന് വോട്ടെടുപ്പ് പൂർത്തിയായത്. തെരഞ്ഞെടുപ്പിനിടെയുണ്ടായ വ്യാപക ആക്രമണങ്ങളിൽ ബംഗാളിൽ 2 പേർ മരിച്ചു. ബരാക് താഴ്വരയിൽ രാവിലെയുണ്ടായ നേരിയ സംഘർഷമൊഴിച്ചാൽ അസമിൽ ശാന്തമായിട്ടായിരുന്നു വോട്ടെടുപ്പ്. അസമിൽ BJP നേതാവ് ഹിമന്ത ബിശ്വ ശർമ്മയോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം തേടി. ബോഡോലാൻഡ് പീപ്പിൾസ് ഫ്രണ്ട് നേതാവ് ഹഗ്രാമ മൊഹിലാരിയെ ഭീഷണിപ്പെടുത്തിയെന്ന മഹാസഖ്യത്തിന്റെ പരാതിയിലാണ് വിശദീകരണം തേടിയത്. ഹഗ്രാമ മൊഹിലാരിക്കെതിരെ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തുമെന്ന് തെരഞ്ഞെടുപ്പ് റാലിയിൽ ഭീഷണിപ്പെടുത്തിയെന്നാണ് പരാതി. നാളെ വൈകിട്ട് 5 മണിക്ക് മുൻപ് വിശദീകരണം നൽകാനാണ് കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഹിമന്തയെ പ്രചാരണത്തിൽ നിന്ന് വിലക്കണമെന്നാണ് മഹാസഖ്യത്തിന്റെ ആവശ്യം. DMK-യുടെ മുതിർന്ന നേതാവ് A. രാജയ്ക്കെതിരെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി. 48 മണിക്കൂർ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്ന് A. രാജയെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലക്കി. തമിഴ്നാട് മുഖ്യമന്ത്രി എടപ്പാടി പളനിസ്വാമിയുടെ അമ്മയ്ക്കെതിരായ സ്ത്രീവിരുദ്ധ പരാമർശത്തിനെതിരെ അണ്ണാ DMK നൽകിയ പരാതിയിലാണ് നടപടി. പ്രസംഗം അപകീർത്തികരം മാത്രമല്ല, മാതൃത്വത്തിനും കളങ്കം വരുത്തുന്നതാണെന്ന് കമ്മീഷൻ രാജയ്ക്ക് നൽകിയ നോട്ടീസിൽ പറഞ്ഞു. അടിയന്തരമായി A. രാജയോട് വിശദീകരണം നൽകാനും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി. സംസ്ഥാനത്തെ DMK-യുടെ താരപ്രചാരകനാണ് A. രാജ. അരുവിക്കരയിലെ UDF സ്ഥാനാർത്ഥി KS ശബരിനാഥന്റെ വാഹന പ്രചരണത്തിനിടെയുണ്ടായ അപകടത്തിൽ കോൺഗ്രസ് പ്രവർത്തകൻ മരിച്ചു. ആര്യനാട് സ്വദേശി പ്രദീപാണ് മരിച്ചത്. പാലേക്കോണത്ത് വെച്ചായിരുന്നു അപകടം. സ്വീകരണ കേന്ദ്രത്തിലേക്ക് പ്രദീപ് ബൈക്ക് ഓടിച്ചു പോകുന്നതിനിടെയാണ് അപകടമുണ്ടായത്. പ്രദീപ് സഞ്ചരിച്ചിരുന്ന ബൈക്ക് കാറിലിടിച്ച് നിയന്ത്രണം വിട്ടാണ് അപകടമുണ്ടായതെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. ഗുരുതരമായി പരിക്കേറ്റ പ്രദീപിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുൻപ് മരണമടഞ്ഞു. റോഡ് ഷോയ്ക്കിടെ വാഹനത്തിൽ നിന്ന് വീണ് കൊടുവള്ളിയിലെ ഇടത് സ്ഥാനാർത്ഥി കാരാട് റസാഖ് MLA-ക്ക് പരുക്ക്. കട്ടിപ്പാറ പഞ്ചായത്തിലെ കീരൻചോലയിൽ വെച്ചായിരുന്നു അപകടം. മുഖത്തും നെറ്റിക്കും പരുക്കേറ്റ അദ്ദേഹത്തെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പിക്കപ്പിൽ റോഡ് ഷോ നടത്തുന്നതിനിടെ സെൽഫി എടുക്കാൻ കുട്ടികൾ വാഹനത്തിൽ കയറിയിരുന്നു. ഇതറിയാതെ ഡ്രൈവർ വാഹനം മുന്നോട്ടെടുത്തപ്പോഴായിരുന്നു അപകടം. വിദഗ്ധ ചികിത്സയ്ക്കായി കാരാട് റസാഖിനെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. സിനിമാ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം രജനീകാന്തിന്. 1996-ൽ ശിവാജി ഗണേശന് ശേഷം ആദ്യമായാണ് ഒരു ദക്ഷിണേന്ത്യൻ നടന് ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം ലഭിക്കുന്നത്. മോഹൻലാൽ, ആശാ ഭോസ്ലെ, ശങ്കർ മഹാദേവൻ, സുഭാഷ് ഘായ്, ബിശ്വജിത് ചാറ്റർജി എന്നിവരായിരുന്നു ജൂറി അംഗങ്ങൾ. രജനീകാന്ത് ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ സംഭാവനകൾ മഹത്തരവും അനശ്വരവുമാണെന്ന് വിലയിരുത്തിയാണ് ജൂറിയുടെ പ്രഖ്യാപനം. ഇന്ന് പ്രഖ്യാപനം നടത്തുന്നതിന് തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധമില്ല എന്ന് കേന്ദ്രമന്ത്രി പ്രകാശ് ജാവദേക്കർ വ്യക്തമാക്കി. फिल्म दुनिया का पुरस्कार है और रजनीकांत 50 साल से काम कर रहे हैं. सवाल भी ठीक पूछना चाहिए. ദാദാസാഹേബ് പുരസ്കാരം നേടിയ രജനീകാന്തിനെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വന്തം പാർട്ടി ഉണ്ടാക്കി മത്സരിക്കാൻ തീരുമാനിച്ചിരുന്ന രജനീകാന്ത് പിന്നീട് പിൻവാങ്ങുകയായിരുന്നു.
ആധാറുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പറുകളിൽ മാത്രം വ്യാപകമായി ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ SMS-കൾ എത്തുന്നുവെന്ന പരാതിയിൽ UIDAIയുടെ വിശദീകരണം തേടി മദ്രാസ് ഹൈക്കോടതി. പുതുച്ചേരി BJP ഘടകത്തിനെതിരെയുള്ള ആരോപണം UIDAI അന്വേഷിക്കണമെന്ന് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ബാനർജിയും ജസ്റ്റിസ് സെന്തിൽകുമാർ രാമമൂർത്തിയും അടങ്ങിയ ബെഞ്ച് നിർദ്ദേശിച്ചു. വിശ്വാസയോഗ്യമായ ആരോപണമാണ് ഉയർന്നിരിക്കുന്നതെന്നും UIDAIക്ക് മാത്രമേ ഇക്കാര്യത്തിൽ മറുപടി പറയാൻ കഴിയുകയുള്ളൂവെന്നും കോടതി നിരീക്ഷിച്ചു. BJP പ്രവർത്തകർ വീടുകൾ തോറും കയറി ശേഖരിച്ച നമ്പറുകളാണെന്ന BJPയുടെ വാദം കോടതി തള്ളി. ഡിവൈഎഫ്ഐയുടെ പുതുച്ചേരി ഘടകം അധ്യക്ഷൻ A. ആനന്ദാണ് മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഉത്തർപ്രദേശിലെ ഝാൻസിയിൽ ട്രെയിൻ യാത്രയ്ക്കിടെ കന്യാസ്ത്രീകളെ ആക്രമിച്ചുവെന്ന പരാതിയിൽ വിശദീകരണം തേടി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നോർത്ത് സെൻട്രൽ റെയിൽവേ ജനറൽ മാനേജരും RPE ADGPയും ഇതുവരെ സ്വീകരിച്ച നടപടികൾ അറിയിക്കണമെന്ന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു. 4 ആഴ്ചയ്ക്കകമാണ് മറുപടി നൽകേണ്ടത്. സുപ്രീംകോടതി അഭിഭാഷക ജെസ്സി കുര്യൻ സമർപ്പിച്ച പരാതിയിലാണ് നടപടി. പരാതിയുടെ പകർപ്പ് ഉദ്യോഗസ്ഥർക്ക് കൈമാറാനും കമ്മീഷൻ നിർദ്ദേശം നൽകി. കന്യാസ്ത്രീകൾക്ക് നേരെ അതിക്രമം ഉണ്ടായിട്ടില്ല എന്ന് റെയിൽവേ മന്ത്രി പീയൂഷ് ഗോയലിന്റെ പ്രസ്താവന വലിയ വിവാദമായിരുന്നു. രാജ്യത്ത് കോവിഡ് വ്യാപനം അതിരൂക്ഷം. പ്രതിദിന കോവിഡ് കണക്ക് 70,000 കടന്നു. കഴിഞ്ഞ 24 മണിക്കൂറിടെ 72,330 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 459 മരണങ്ങളാണ് ഇന്നലെ റിപ്പോർട്ട് ചെയ്തത്. ഈ വർഷം രേഖപ്പെടുത്തുന്ന ഏറ്റവും ഉയർന്ന മരണനിരക്കാണ് ഇത്. അവധി ദിവസങ്ങളിലും കോവിഡ് വാക്സിനേഷൻ ഊർജിതമാക്കാൻ കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി. കേരളത്തിൽ ഇന്ന് 2,798 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 24 മണിക്കൂറുടെ 54,347 സാമ്പിളുകളാണ് പരിശോധിച്ചത്. 1,835 പേർ രോഗമുക്തി നേടി. 11 മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ചതോടെ ആകെ മരണസംഖ്യ 4,632ആയി. 5.15% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. അതേസമയം 45 വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാവർക്കും കോവിഡ് വാക്സിൻ നൽകി തുടങ്ങി. ആദ്യ ദിവസം 52,097 പേർക്കാണ് വാക്സിൻ നൽകിയത്. 791 സർക്കാർ ആശുപത്രികളും 361 സ്വകാര്യ ആശുപത്രികളും ഉൾപ്പെടെ 1,752 വാക്സിനേഷൻ കേന്ദ്രങ്ങൾ സംസ്ഥാനത്ത് സജ്ജമാണ്. കോഴിക്കോട് ജില്ലാ കളക്ടർ സാംബശിവറാവുവിന്റെ കാറിന് നേരെ കല്ലേറ്. കോഴിക്കോട്ടെ കളക്ടറേറ്റ് വളപ്പിൽ വെച്ചാണ് ആക്രമണമുണ്ടായത്. കാറിന്റെ ചില്ലുകൾ പൂർണ്ണമായി തകർന്നു. കല്ലെറിഞ്ഞ എടക്കാട് സ്വദേശി പ്രമോദിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വാളയാർ കേസ്, TP ചന്ദ്രശേഖരൻ വധക്കേസ്, വോട്ടർ പട്ടികയിലെ ക്രമക്കേട് തുടങ്ങിയ വിഷയങ്ങളിൽ പ്രതിഷേധം പ്രകടിപ്പിച്ചുകൊണ്ടായിരുന്നു ഇയാൾ കാർ തകർത്തതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിലും ഇയാൾ സ്ഥലത്തുണ്ടായിരുന്നുവെന്നാണ് സൂചന. പിടിയിലായ പ്രമോദ് ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തിയാണെന്നും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബൂത്തിൽ വിവിപാറ്റ് മെഷീൻ തകർത്തതിന് 1 വർഷം ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ടെന്നും കളക്ടർ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇയാൾക്ക് മാനസികാസ്വാസ്ഥ്യമുള്ളതായി സംശയിക്കുന്നുവെന്നും കളക്ടർ അറിയിച്ചു. കർഷകരുടെ ട്രാക്ടർ റാലിയുമായി ബന്ധപ്പെട്ട ചെങ്കോട്ട സംഘർഷത്തിൽ നടൻ ദീപ് സിദ്ധു സമർപ്പിച്ച ജാമ്യാപേക്ഷ ഡൽഹി അഡീഷണൽ സെഷൻസ് കോടതി അടുത്ത വ്യാഴാഴ്ച പരിഗണിക്കാനായി മാറ്റി. ജാമ്യാപേക്ഷയിൽ പ്രോസിക്യൂഷൻ നിലപാട് അറിയിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. റിപ്പബ്ലിക് ദിനത്തിലെ സംഘർഷത്തിലുണ്ടായ മുഖ്യ സൂത്രധാരനാണ് ദീപ് സിദ്ധു എന്നാണ് ഡൽഹി പോലീസിന്റെ ആരോപണം. കഴിഞ്ഞ ഫെബ്രുവരി 9 ദീപ് സിദ്ധുവിനെ അറസ്റ്റ് ചെയ്തത്. വാളയാർ സഹോദരിമാരുടെ ദുരൂഹമരണങ്ങളുടെ അന്വേഷണം CBI ഏറ്റെടുത്തു. ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ കേസ് ഏറ്റെടുത്ത CBI പാലക്കാട് പോക്സോ കോടതിയിൽ 2 FIR-കൾ സമർപ്പിച്ചു. വീട്ടിൽ അതിക്രമിച്ചു കയറൽ, ആത്മഹത്യാ പ്രേരണ, ദളിത് പീഡന വിരുദ്ധ നിയമം എന്നീ വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട്. CBI അന്വേഷണത്തിന് സർക്കാർ വിജ്ഞാപനമിറക്കിയെങ്കിലും നടപടിക്രമങ്ങൾ വൈകുന്നത് ചോദ്യം ചെയ്ത് വാളയാർ പെൺകുട്ടികളുടെ അമ്മ വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. CBI DYSP അനന്തകൃഷ്ണനാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ. കണ്ണൂർ മയ്യിൽ പാമ്പുരുത്തിയിൽ ലീഗ് CPIM സംഘർഷം. 5 CPIM പ്രവർത്തകർക്കും 3 ലീഗ് പ്രവർത്തകർക്കും പരുക്കേറ്റു. തളിപ്പറമ്പ് മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയുടെ പ്രചാരണ പരിപാടിക്ക് പിന്നാലെയാണ് സംഘർഷമുണ്ടായത്. പ്രചാരണ ബോർഡുകൾ നശിപ്പിച്ചതായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. ഇതോടെ പ്രധാന വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.